അപ്പോൾ 5000-ൻ്റെയും 6000-ൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആഡി ക്ലാസ് പ്ലസ് 750 രൂപയുടെ വർക്ക്, അതും വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് ഞാൻ തരാൻ പോവാണേ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ യെസ് എന്നോ അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് മാത്രമല്ല, നിങ്ങൾ ഇത് ചെയ്ത് പഠിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടാൽ മാത്രമേ വരുന്ന അപ്കമിങ് സ്റ്റുഡൻസിനും അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പല നൂലുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുതരാം. അതായത് ആദ്യം ഞാൻ ഈ കാണിക്കുന്നത് സെറി ത്രെഡാണ്. സെറി ത്രെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബ്രൈഡൽ ബ്ലൗസിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നൂല് തന്നെയാണ്. ഇത് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല, നല്ലത് തന്നെയാണ്. ഞാൻ ഇത് തന്നെയാണ് എൻ്റെ ബ്രൈഡ്സിന് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് പൊട്ടിപ്പോവേ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ നോട്ടൊക്കെ വളരെ ടൈറ്റായിട്ട് ഇടുന്നത് കൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസസൊക്കെ വളരെ കുറവാണ് വേറെ നൂലുകൾ വെച്ച് നോക്കുമ്പം. പിന്നീട് നമ്മൾ തയ്ക്കുന്ന നൂലായാൽ പോലും അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ അത്രയും, ഞാൻ ഈ വലിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അത്രയും സ്ട്രോങ് ആയിട്ട് വലിച്ചാൽ മാത്രമേ ഇത് പൊട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന നൂലാണ് കേട്ടോ സെറി ത്രെഡ്. ഇത് നൈലോൺ ത്രെഡാണ്. ഈ നൈലോൺ ത്രെഡ് ആക്ച്വലി നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നെറ്റ് ഫാബ്രിക്സിൽ മാത്രമായിരിക്കണം. കാര്യം തേച്ച് ഉപയോഗിക്കുന്ന, അതായത് നമ്മൾ ബ്ലൗസുകളൊക്കെ തേക്കുന്ന സമയത്ത് ചൂട് തട്ടി ഇത് ഉരുകിപ്പോയി മൊത്തം പൊട്ടയാവാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നൈലോൺ ത്രെഡ് നെറ്റ് ഫാബ്രിക്സിൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ തേക്കാത്ത ഉടുപ്പുകളിൽ മാത്രം ഉപയോഗിക്കുക, തേക്കുന്ന ഉടുപ്പുകളിൽ ഉപയോഗിക്കരുത്. ഇനി ഇത് സിൽക്ക് ത്രെഡ്. അപ്പം സിൽക്ക് ത്രെഡ് എന്ന് പറയുന്നത് ഒരിക്കലും ബീഡ്സ് വർക്കിനൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. എംബ്രോയ്ഡറി വർക്ക്സിന് മാത്രമേ ഈ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ 2 നൂല് വെച്ച് ചെയ്യുക. കാര്യം ഇത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ത്രെഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സോഫ്റ്റ് ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ 2 നൂല് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കളറിൻ്റെ 2 നൂലോ അല്ലെങ്കിൽ ഒരു കളർ വാങ്ങിച്ച് നിങ്ങൾ വേറെ എന്തെങ്കിലും ചുറ്റി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാൻ പഠിപ്പിക്കും. 750 രൂപയുടെ ഒരു വർക്കും ആണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളാരും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടൊരു ഇൻസ്പിറേഷനാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ ലാഗ് ആക്കുന്നത് നമ്മൾക്ക് അങ്ങനെ വീഡിയോ ഇടൂ എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, എനിവേ ഞാനിപ്പോൾ ഇതാ നൂല് വളരെ സ്ട്രെങ്തായിട്ട് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എൻഡ് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തമ്പും മിഡിൽ ഫിംഗറിനും ഇടയിലായിട്ട് ആ നോട്ട് പിടിക്കുക. എന്നിട്ട് അത് ചുറ്റിച്ച് നമ്മുടെ ചൂണ്ടുവിരലില്ലേ അതിൻ്റെ മുകളിലൂടെ ചുറ്റി നമുക്ക് ആദ്യം നോട്ട് പിടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവരിക. കണ്ടോ, ഇതുപോലെ ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ ആദ്യം ഇത് പ്രാക്ടീസ് ചെയ്യുക, നൂല് ചുറ്റി പിടിച്ച് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ തുണിയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം കിട്ടും. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്നാൽ ആരി വർക്ക് ഏതൊരു ബിഗിനറിനും ഒന്നും അറിയില്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന വിധത്തിലൊരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആരി വർക്ക് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി ആരി ക്ലാസ് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എടുത്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ നൂല് വലിച്ചു കൊടുക്കുക. നീഡിൽ സൈസും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ ഈ ചൂണ്ടുവിരലിന് മുകളിലുള്ള നൂലാണ് കേട്ടോ വലിക്കുന്നത് തുണിയുടെ അടിയിൽ കൂടെ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഇനി നമ്മൾ ഇതുപോലെ ചുറ്റിച്ചതിന് ശേഷം ഇപ്പോൾ തുണിയുടെ അടിഭാഗത്ത് കാണുന്നത് പലർക്കും കാണാൻ പറ്റുന്നില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ നൂല് താഴെ മുകളിലോട്ട് വലിച്ചെടുത്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ നോക്കും വെളിയിൽ വെച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ആ ഹുക്കിൽ കൂടെ ഒന്ന് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്ന് ചുറ്റിക്കുന്നു. കണ്ടോ, ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമ്മൾ സൂചി ഇപ്പോൾ ഏത് വശത്തോട്ടാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കണം നിങ്ങൾ മുകളിലോട്ട് നൂല് വലിക്കുമ്പോൾ സൂചി തിരിച്ചു കൊടുക്കേണ്ടത്. ചുറ്റുന്നു, വലിക്കുന്നു, തിരിക്കുന്നു, ആ ഒരു ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഞാൻ അങ്ങനെ തുണിയിലും കാണിച്ചു തരാം.
അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ചെയ്യുന്നതെങ്കിൽ നോക്കിക്കോളൂ, നമ്മൾ കുത്തുന്നു, ചുറ്റുന്നു, മുകളിലോട്ട് വലിക്കുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് സൂചി തിരിച്ചു കൊടുക്കുക. അങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടും, ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ടും ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എത്രയോ വീഡിയോസ് ഞാൻ ഓൾറെഡി പോസ്റ്റഡ് ആണ്. സോ ഇഫ് യു വാണ്ട് ദാറ്റ് വീഡിയോ നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും എളുപ്പമാണ്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഏത് വീഡിയോ ആണെന്ന് വെച്ചാൽ അത് നിങ്ങൾ എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു ബെറ്റർ ആക്സസിന് വേണ്ടിയിട്ട് ഞാൻ ആര്യ ക്ലാസ്സിൽ നിന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എൻ്റെ നോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോഴും 2-3 പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പേര് ഓർക്കുന്നില്ല. കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ നോട്ട് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞതൊക്കെ. അപ്പം എനിവേ താങ്ക് യു ഫോർ ദാറ്റ് കമൻറ്റ്. ആൻഡ് ആ കമൻസൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആരെങ്കിലും മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ എൻ്റെ നോട്ട് ഞാൻ ഇടുന്നത് നമ്മളെപ്പോഴും ലാസ്റ്റ് ഒരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്നത് പോലെ ആദ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇടുന്നു. എന്നിട്ടൊരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ച് അടുത്തൂടെ ഇടുമ്പോഴത്തേക്കും പിന്നെ വലിക്കുമ്പോൾ അത് അനങ്ങത്തില്ല. എന്നിട്ട് അതിൻ്റെ അടുത്തുകൂടെ നമ്മൾ താഴ്ന്ന് ഒരു നൂല് മുകളിലോട്ട് വലിച്ചെടുക്കുന്നു. എന്നിട്ട് രണ്ടാമത് വലിച്ചതിൻ്റെ അകത്തൂടെ ആദ്യത്തെ വലിച്ച നൂല് വലിച്ചെടുക്കുന്നു. അപ്പോൾ നമുക്കതൊരു എൻഡ് നോട്ട് കിട്ടും. നിങ്ങൾക്ക് എൻഡ് നോട്ടൊക്കെ ഞാൻ ഇഷ്ടം പോലെ ചെയ്തിട്ടിട്ടുണ്ട്. ആര്യ ബേസിക് ക്ലാസ് എന്നും പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. യു ജസ്റ്റ് ചെക്ക്, ഓക്കെ, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് മോർ ദാൻ നമുക്ക് വളരെ എക്സ്പ്ലനേഷനോട് കൂടിയാണ് ആ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇഫ് യു ലൈക്ക് യു ജസ്റ്റ് നിങ്ങൾ പറയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ എൻഡ് നോട്ട് ഞാൻ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനതൊന്നും കൂടെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഈ നൈലോൺ ത്രെഡ് അതാണ് അഗെയിൻ പറയുന്നത്. നിങ്ങൾ പലരും ഇപ്പോൾ പല വീഡിയോസിലും ഇപ്പം ഞാൻ തന്നെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പലരും പറയുന്നുണ്ട് ഇത് യൂസ് ചെയ്യൂ, അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ചെയ്യുക. പിന്നീട് ഞാൻ പറയുന്നത് ഈ നൈലോൺ ത്രെഡ് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അത് ഞാൻ ഒരാൾക്ക് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. ചൂടെടുക്കുമ്പോൾ പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ആര്യ വർക്കിന് യൂസ് ചെയ്യുന്നത് നമ്മുടെ സെറി ത്രെഡ് തന്നെയാണ്. ഓക്കെ, മനസ്സിലായിക്കോളുക. ഇനി നമ്മൾ സിൽക്ക് ത്രെഡും എംബ്രോയ്ഡറിക്ക് മാത്രം ഉപയോഗിക്കും. അപ്പോൾ സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള വർക്ക്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ അത്യാവശ്യം വ്യൂസ് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കണേ. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഒരു 30-35 രൂപയ്ക്കകത്തൊക്കെ വരത്തുള്ളൂ. റേറ്റ് ഇതൊക്കെ ഞാൻ മുമ്പ് വാങ്ങി വെച്ചിട്ടില്ല, ബൾക്കായിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് 750 രൂപ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് തച്ച ബ്ലൗസിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1, ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ആര്യ വർക്ക് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കൂ. കാര്യം സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ആര്യ വർക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ജസ്റ്റ് ഈ ഒരു സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ. എഗെയിൻ ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് വെച്ചോളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലൗസിന് നമ്മൾ ഒരു 3000 ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ ഈ ബ്ലൗസിന് ഞാൻ ചാർജ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചും വർക്കും കൂടെ 750 ആണ്. അത് കൂടുതലാണോ കുറവാണോ നിങ്ങൾ പറയണേ. അപ്പോൾ നോക്കൂ, ഞാൻ ഇനി അതിൽ ചെയ്തിട്ടുള്ള സിക്സാഗ് പോലത്തെ കാര്യം, ആ സിക്സാഗ് പോലുള്ള വർക്കാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനിത് ട്യൂബ് ബീഡ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ട്യൂബ് ബീഡ്സ് നിങ്ങൾക്ക് ഞാൻ പാക്കറ്റിലാണ് വാങ്ങി വെച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ലൂസായിട്ടും കിട്ടും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നൂലിൽ ബീഡ് ഇൻസേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ സെറി ത്രെഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ത്രെഡ് വെച്ചിട്ട് പറഞ്ഞു തരുന്നത്. നൈലോൺ ത്രെഡ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും വർക്ക് ചെയ്യാനും സെറി ത്രെഡ് യൂസ് ചെയ്യാം. മുകളിലോട്ട് ഇടുന്നു. അതായത് സിക്സാഗ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് നമ്മൾ ഒരെണ്ണം കുത്തുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു, മുകളിലോട്ട് ഒരു ചെറിയൊരു സ്ലോപ്പ് കൊടുത്ത് ഒരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ച് ഇടുന്നു. അതിൻ്റെ അടുത്ത് കണ്ടോ, ഒരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഇട്ടതിന് ശേഷമാണ് അടുത്ത ബീഡ് എടുക്കുന്നു. ആദ്യം മുകളിലോട്ടാണ് നമ്മൾ നോട്ട് ഇടുന്നതെങ്കിൽ ലാസ്റ്റ് താഴോട്ടായിരിക്കണേ. ഇങ്ങനെ സിക്സാഗാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പാർട്ട് 3 ആയിട്ട് ഇടണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് ഇടണോ എന്നുള്ളത് നിങ്ങളുടെ കമൻസ് പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക്
വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒരാളെനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ കാണാം എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഈ സിക്സാഗ് പോലെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ വർക്ക് സിമ്പിളായിട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു 500 അല്ലെങ്കിൽ 600 ഒക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് നമുക്കും ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തോന്നത്തുള്ളൂ. അപ്പോൾ ഇത് നൈലോൺ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള മെറിറ്റും ഡിമെറിറ്റും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും തേക്കുന്ന തുണിയിൽ നൈലോൺ ത്രെഡ് യൂസ് ചെയ്യരുത്. ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ഇട്ടപ്പോഴാണ് ആക്ച്വലി ഞാൻ അതിനെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പോലും ആലോചിച്ചത്. നിങ്ങൾക്കിനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 10 മിനിറ്റ് വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് തീർത്ത് തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നീട് ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ ഞാൻ എടുക്കുന്നില്ല, കാര്യം അത് റിസ്ക് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. നെക്സ്റ്റ് സമയവുമില്ല. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടത് ഞാൻ വെട്ടിയ ബ്ലൗസിലാണ് കേട്ടോ വർക്ക് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ വർക്ക് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലായിടത്തും സ്കാറ്റർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാനൊരു 750 ആണെന്ന് തോന്നുന്നു റേറ്റ് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾ കൂടുതലാണോ കുറവാണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.